Welcome to the second class of your പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. ഇതിനകത്ത് നമ്മൾ ഡീൽ ചെയ്യാൻ പോണ ഏരിയ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഡിവൈഡ് ആണ്. നൗ ദിസ് കൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ ഡിവൈഡ് എക്സിസ്റ്റ് ത്രൂ ഔട്ട് ദ വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് one area which almost every government tries to divide. See, ഈ digital divide എന്ന് ഉദ്ദേശിക്കുന്നത് it is nothing but the gap that exists between two set of people. ഒന്ന് ഈ പറഞ്ഞ പോലെ those who have and those who know how to use ICT. ICT എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആൻഡ് ദോസ് ഹു ഡോണ്ട് ഹാവ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ റിസ്ട്രിക്റ്റഡ് ആക്സസ് ഉള്ള ആൾക്കാർ. ഓക്കെ, ഇതിനകത്ത് അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനേഷൻ ബൈ മാർഗരറ്റ് റൂസ്, it includes telephone, television, personal computers and internet. പക്ഷേ ഈ ടെലിഫോൺ ടെലിവിഷൻ is not so relevant as of now. Okay, but generally ഒരു ഡെഫിനേഷൻ പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. Okay, now the next one is the factors responsible for the digital divide. Digital divide എക്സിസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. First one, the gender. What studies have shown is that gender is not exactly a very direct factor, പക്ഷേ gender plays a role. Now I'll tell you how it plays a role. The role gender plays is because of certain societies wherein the male gender is a more dominant gender. അങ്ങനത്തെ സിറ്റുവേഷനിൽ വാട്ട് എവർ ബെനിഫിറ്റ്സ് ഹിറ്റ്സ് ദ സൊസൈറ്റി, അതിൻ്റെ ഫുൾ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്നത് മെയിൽ ജെൻഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ജെൻഡർ ക്യാൻ പ്ലേ എ ലിമിറ്റിംഗ് ഫാക്ടർ when it comes to digital divide. Now the next one is physical disability. Physical disability എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, any form of physical handicap that prevents a person from using or making use to the maximum extent the benefits of information and communication technologies. Say for example, if a person who is blind, it's not that he won't be able to use the computer, but ആ കമ്പ്യൂട്ടറിൻ്റെ ബെസ്റ്റ് അല്ലെങ്കിൽ ഫുൾ എക്സ്റ്റെൻറ്റിൽ യൂസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, എനി കൈൻഡ് ഓഫ് മെൻ്റൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും, ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ പോലും ആ കമ്പ്യൂട്ടറിൻ്റെ ഫുള്ളസ്റ്റ് എക്സ്റ്റെൻറ്റ്, ഈവൻ ഇപ്പോൾ കൈക്ക് സ്വാധീനം കുറവുള്ള ആൾക്കാരാണെങ്കിൽ പോലും ദേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. വോയിസ് എനേബിൾഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ കമ്പ്യൂട്ടറിൻ്റെ ഫുൾ ആയിട്ടുള്ള മാക്സിമം യൂട്ടിലിറ്റി നമുക്കവിടെ വരുന്നില്ല. Then the next one is, third one is physical access. ഇവിടെ physical access എന്ന് ഉദ്ദേശിക്കുന്നത് the kind of infrastructure that is available to you. മെയിൻലി ഈ പറഞ്ഞ പോലെ ഇമാജിൻ നിങ്ങളുടെ അവിടേക്ക് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അടുത്ത ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവില്ല. അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് വേസ് അല്ലെങ്കിൽ കേബിൾ ഇടാനായിട്ടുള്ള സ്ഥലങ്ങൾ, പോസ്റ്റുകൾ അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഇലക്ട്രിസിറ്റി, ഇതൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ലാക്ക് ഓഫ് ICT സ്കിൽസ്. ലാക്ക് ഓഫ് ICT സ്കിൽസ് എന്ന് പറയുമ്പോൾ ICT യൂസ് ചെയ്യാനായിട്ടുള്ള സ്കിൽസ്, ബേസിക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, കമ്പ്യൂട്ടറിൻ്റെ വേരിയസ് ഫങ്ഷനാലിറ്റീസ്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിലാണെങ്കിൽ പോലും ചില ആൾക്കാർ ഒരു ടാസ്ക് നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചില ഗ്രൂപ്പിന് അത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്, ചിലത് അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റാറില്ല. sometimes ആ ഡിഫറൻസ് വരുന്നത് ദോസ് ഹു ഹാവ് സ്കിൽസ് വിത്ത് റിഗാർഡ് ടു യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓർ എനി അതർ മൊബൈൽ ടെക്നോളജി നല്ലപോലെ യൂസ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്, യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. സോ ആ പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് വർക്കിലുണ്ടാവുന്ന ഡിഫറൻസ് ഓഫൻ കംസ് വിത്ത് ദി സ്കിൽ that one person has. Then next one is attitudinal issues. ഇവിടെ attitudinal issues എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി കൾച്ചർ അല്ലെങ്കിൽ ബിലീഫിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഓവറോൾ നമ്മുടെ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇഫ് വി ഡോണ്ട് ഫേവർ ICT, അത് എപ്പോഴും ഒരു ബ്ലോക്കായിട്ടിരിക്കും ഇൻഫർമേഷൻ ടെക്നോളജി വരാനായിട്ട്. Then the next one is relevant content. Now one of the reasons certain people don't allow അല്ലെങ്കിൽ bother with the access of internet is simply the fact that they don't provide the content that the person wants. ഇപ്പോൾ ഐ എം എ പേഴ്സൺ ഹൂ വോൺസ്, സേ ഫോർ എക്സാമ്പിൾ, വളരെ റെയർ ആയിട്ടുള്ള വിൻറ്റേജ് ആയിട്ടുള്ള മ്യൂസിക് ആണ് ചിലപ്പോൾ താല്പര്യം എന്ന് വെച്ചാൽ, ഇമാജിൻ ദിസ് ഇൻഫർമേഷൻ ടെക്നോളജി ദാറ്റ് ഇസ് അവൈലബിൾ ഓവർ ദർ കനോട്ട് കേറ്റർ ടു മൈ നീഡ്സ്, അല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് കേറ്റർ ടു മൈ നീഡ്സ്. അപ്പോൾ ഐ ട്രൈ ടു സ്റ്റേ അവേ ഫ്രം സച്ച് എ ടെക്നോളജി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഏജ്. ഏജിൻ്റെ എക്സാമ്പിൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ലുക്ക് അറ്റ് യുവർ ഓൺ ഹോംസ്. യു ഗൈസ് ഹാവ് നോ ഡിഫിക്കൽട്ടി ഇൻ യൂസിങ് ടെക്നോളജി. നിങ്ങളുടെ പാരൻസ്, ചില ആൾക്കാരുടെ പാരൻസ് നന്നായിട്ട് യൂസ് ചെയ്യും, ചില ആൾക്കാരുടെ പാരൻസ് നോട്ട് സോ മച്ച്. ഗ്രാൻഡ് പാരൻസിൻ്റെ കാര്യം പറയാൻ വേണ്ട, റെയറാണ് ദോസ് ഗ്രാൻഡ് പാരൻസ് ഹൂ ഹാവ് no issue in dealing with opening and checking their mails. ചില ഗ്രാൻഡ് പാരൻസ് ഉണ്ടാവും, they have no issue in doing a video conference അല്ലെങ്കിൽ ഒരു വീഡിയോ ചാറ്റ് യൂസ് ചെയ്യാനായിട്ട്
ഒരു ടെൻഷൻ ഇല്ലാത്തൊരു ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും. സം ഗ്രാൻഡ് പേരൻസ് ഹാവ് no problem recording a YouTube session. So depends, but generally speaking, older people find it difficult to use ICT compared to the younger people. Then family structure കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് it's not that relevant factor, but family structure often says that കുട്ടികൾ കൂടുതലുള്ള ഫാമിലിയിൽ chances of using ICT is higher. Then the next one is motivation. Next factor motivation എന്ന് പറയുന്നത് if a person is genuinely motivated to learn skills, അല്ലെങ്കിൽ employ himself, make himself or herself employable, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എനിക്കിത് പഠിക്കണം എന്ന് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ they will find a way to get what do you say, acquainted, അല്ലെങ്കിൽ they try to become much more familiar with technology. Now we look at the effects of digital divide കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്. ഒന്ന്, ഇക്കണോമിക് ഇനീക്വാലിറ്റി. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ കൊറോണയൊക്കെ വന്നിട്ട് ജോബ് ലോസസ് കണ്ടമാനം വരുന്നുണ്ട്. നൗ പതുക്കനെ വെൻ മാർക്കറ്റ് സ്റ്റാർട്ട്സ് ടു കിക്ക് ഇൻ, എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ജോബ് റിക്വയർമെൻറ്റ് വിൽ കം ഇൻ. നൗ ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, unless and until you have a certain skill set, you will find it difficult to get placed. Even before the arrival of corona, നമ്മുടെ ഈ പറഞ്ഞ ജോബ് മാർക്കറ്റിൻ്റെ what do you say, the entire environment was shifting. Okay, you just don't want people who have simple degrees, you want people with skill. Okay, അവിടെ സ്കില്ലിന് ഉറപ്പ് വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം. ആൻഡ് വൺ മേജർ കോൺട്രിബ്യൂട്ടർ ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഇസ് യുവർ എബിലിറ്റി ഇൻ IT അല്ലെങ്കിൽ ടെക്നോളജി. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ഇക്കണോമിക് ഗ്രോത്ത്. ഏതൊരു കൺട്രിയുടെയും ഗ്രോത്തിന് വേണ്ടിയിട്ട് നൗ ആസ് ഐ സെഡ് ഏർലിയർ ഈ എക്കണോമിക് ഇനീക്വാളിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. നൗ think in the sense that in a positive way your population is becoming more and more technologically adapt, അല്ലെങ്കിൽ they are becoming more, what do you say, able in terms of usage of technology. Chances are that they'll get better employment, they'll start doing businesses, അങ്ങനെ better ആയിട്ട് they'll start living. Now when they start living, what happens to the economy starts to boom. അങ്ങനെ നമുക്ക് economic growth ഉണ്ടാവും. The third effect is on education. Now ഇപ്പോൾ ഈ കൊറോണയുടെ സിറ്റുവേഷൻ വന്നപ്പോൾ യു ക്യാൻ സേ മേ ബി യു ഗോട്ട് എ 2 months വെക്കേഷൻ, അല്ലെങ്കിൽ those who have an ease, അല്ലെങ്കിൽ what do you say, who are familiar with technology might have made use of it. Nirbandhilla, but they might have. Now is actually a good time for online education, and you have plenty of sources. Online ഈ പറഞ്ഞ പോലെ മാസീവ് മൂക്ക് എന്ന് പറയും, മാസീവ് ഓൺലൈൻ കോഴ്സസ്. Okay, and different platforms ഉണ്ട് wherein education is free. If you want to learn a skill, you can learn a skill for free, but you want a certified skill, you have to pay a little amount. അങ്ങനത്തെ അവൈലബിൾ ഓപ്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ. ബട്ട് ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ഡിവൈഡ് ഇവിടെ വരുമ്പോൾ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു, എന്താ പറയുക, ഇഫ് ദർ ഇസ് എ what do you say, if there is a huge problem in terms of split in terms of those who have and those who don't have education, അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് with the people who have technology, and those who don't have technology are often left out of this. ഇപ്പം ഈ നമ്മുടെ ഈ പറഞ്ഞ പോലെ ആക്സസ് ഇല്ലാത്ത ആൾക്കാർ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സസ് എങ്ങനെ അറ്റൻഡ് ചെയ്യും, ആക്സസ് ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ ക്ലാസ്സസ് കീപ്പപ്പ് ചെയ്യും, പുതിയ സ്കിൽ എങ്ങനെ പഠിച്ചെടുക്കും, all these things are an issue. Then fourth, democracy. Now when it comes to democracy, one thing that you have to understand is because the people that exist, they have a problem in terms of public participation. Okay, those who are more online, or those who are more into the access to technology, they have a better reach of information, they have better sources of information. Those who are not that into technology have lesser sources of information. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള decisions that affect democracy is available for those who are more in touch with your technology. Okay, then the next one is social mobility. Now when it comes to social mobility,
let's say a person who is, you might have heard several stories regarding people who studied really hard and who worked hard, and they were brought up in difficult position or backward areas, rural areas, extremely difficult geographical locations. They studied hard, they got good marks, they reached a high position, and now they've moved on. Okay. താഴത്തെ സ്ട്രാറ്റയിലുള്ള ആൾക്കാർക്ക് അപ്പർ സ്റ്റാറ്റസിലേക്ക് അല്ലെങ്കിൽ അപ്പർ സ്ട്രാറ്റയിലേക്ക് വരാനായിട്ട് എക്കണോമിക് സ്റ്റാറ്റസിലേക്ക് വരാനായിട്ട് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ടാവാതിരിക്കണം. Okay, and one of the effects of digital divide is that people generally tend to stay in that down position. Okay, further the gap, more the gap, many people tend to still live in the lower strata of the economy. Now we'll move on to the types of digital divide. എങ്ങനെയൊക്കെ നമുക്ക് ഡിജിറ്റൽ ഡിവൈഡിനെ ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് ആക്സസ്. ഓക്കെ, ബേസ്ഡ് ഓൺ ആക്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ sorry, those who have and those who don't have access to the internet and internet based technology. Okay, second one is on the basis of how they usage on a second category. Now on the basis of usage, simple ആയിട്ട് പറയാം, those who use and those who don't use the technology. And third one is usage quality. Okay, third one, sorry, is usage quality. Now when it comes to usage quality, even if you have access to ICT, depends on how you use it. Certain people might use even atom, what do you say, basic example നോക്കുകയാണെങ്കിൽ, you might have a smartphone കൊണ്ട് നിങ്ങൾക്ക് n number of things ചെയ്യാം, right? You can make a career out of your smartphone. You can create videos, you can use it for educational purpose, you can use it for playing, you can use it for watching a movie, you can use it for simply talking. But in spite of all these features and facilities that exist on a smartphone, some people use it only for making calls or sending an SMS. So depends. ഇവിടെ വരുന്നത് യൂസേജ് ക്വാളിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് how you use a said information and communication technology. Thank you.